മലയാളത്തിൽ വ്യത്യസ്ത സിനിമകൾ പരീക്ഷിച്ചിട്ടുള്ള സംവിധായകനാണ് വിനയൻ. ആകാശഗംഗ, വെള്ളി നക്ഷത്രം, ഡ്രാക്കുള തുടങ്ങിയ ഹൊറർ സിനിമകൾ ഒരുക്കിയ അദ്ദേഹം അത്ഭുത ദ്വീപ്, അതിശയൻ പോലുള്ള വേറിട്ട സിനിമകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ജയസൂര്യ, കാവ്യ മാധവൻ, മാസ്റ്റർ ദേവദാസ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ സയൻസ് ഫിക്ഷൻ ചിത്രമായിരുന്നു അതിശയൻ. ബോളിവുഡ് നടൻ ജാക്കി ഷെറോഫിന്റെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം ചിത്രം കൂടിയായിരുന്നു അതിശയൻ. ലോക പ്രശസ്ത ഹോളിവുഡ് ചിത്രം ഹൾക്കിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു സിനിമ ഇറക്കിയത്. അന്നത്തെ കാലത്ത് ഗ്രാഫിക്സിന് ഏറെ പ്രാധാന്യം കൊടുത്തിറക്കിയ സിനിമയായിരുന്നു അതിശയൻ. എന്നാൽ സിനിമയുടെ ഗ്രാഫിക്സ് നല്ല രീതിയിൽ വർക്കായില്ലെന്നും ഹോളിവുഡ് എല്ലാം വലിയ ബഡ്ജറ്റിൽ സിനിമ എടുക്കുന്ന കാലത്ത് ചെറിയ ചെലവിൽ അങ്ങനെയൊരു സിനിമ നമ്മൾ ചെയ്തതെന്നും സംവിധായകൻ വിനയൻ പറയുന്നു. അതിശയൻ എടുക്കുമ്പോൾ കൃത്യമായ ഫണ്ടിങ്ങും സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ചിത്രം നന്നായി എടുക്കാമായിരുന്നുവെന്നും വിനയൻ പറഞ്ഞു. ഗ്രാഫിക്സ് കൊണ്ട് അടിയേറ്റ ഒരു പടമാണ് അതിശയൻ. ആ കാലത്ത് ഗ്രാഫിക്സ് ഒന്നും അത്ര വലുതായിട്ടില്ല. ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് ആ ഗ്രാഫിക്സ് കൊണ്ട് അങ്ങനെ ഒരു സിനിമ ചെയ്യാനാവില്ല. അന്നത്തെ കാലത്തൊക്കെ ഹോളിവുഡിലെ 50-60 കോടി ചെയ്യേണ്ട സിനിമകളാണ് നമ്മൾ ഒരു 2.5-3 കോടിക്ക് ചെയ്യുന്നത്. പക്ഷെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംഭവം വർക്കൗട്ടായില്ല. അന്നൊക്കെ സിനിമയുടെ റിലീസ് തീരുമാനിച്ചിട്ടാണ് പടം ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ഗ്രാഫിക്സ് തീർന്നില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമ്മൾ 2 വട്ടം റിലീസ് മാറ്റി വെച്ചതാണെന്ന്. അങ്ങനെയാണ് അതിശയൻ റിലീസ് ആവുന്നത്. ആ സിനിമയിൽ പയ്യൻ മരുന്ന് മാറി കുടിച്ചിട്ട് ഒരുപാട് വലുതായി പോകും. ആ ഭാഗത്ത് ഗ്രാഫിക്സ് ശരിയായില്ല. അതായിരുന്നു ആ പടത്തിന്റെ മൈനസ്. അന്ന് ആ പരീക്ഷണം നടന്നപ്പോൾ എനിക്ക് സാധ്യമാകുന്ന ഫണ്ടും അത് സാധ്യമാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനേക്കാൾ നന്നായി നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, വിനയൻ പറയുന്നു.